ഗായ്സ്, നമ്മളിങ്ങനെ റൂമിൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അപ്പോൾ ആണെങ്കിലല്ല ഈ ഫേവയ്ക്ക് ഒരു വ്യത്യാസം, നമുക്കൊന്ന് റീല് ചെയ്താലോ എന്ന്. അപ്പം നമ്മൾ ഇങ്ങനെ റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വലിയ വീഡിയോ ആണ് അപ്പം നമുക്ക് എൻ്റെ ഒരുക്കുന്ന വീഡിയോ കാണാം. ഫേവയാണ് കേട്ടോ ഒരുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്കന്ദനപാണിയുടെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ആദ്യം പോയിട്ട് നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് എടുക്കണം. അപ്പോൾ ഇവിടെ കോക്കറാക്കടയിൽ എന്തെങ്കിലും കണ്ടിട്ടിരിക്കുന്ന വീട് എടുത്ത് തരാം. അപ്പോൾ ഫസ്റ്റ് ഗൈസ്, എനിക്ക് മൂട്ടി ഒന്ന് കെട്ടണം. അപ്പോൾ ഞാൻ മൂട്ടി കെട്ടട്ടെ. ചീപ്പ് ഇങ്ങനത്തെ വേണ്ട അതിനകത്തുള്ള ഐലൈനേഴ്സ് ഒക്കെ വില കൂടി ഐലൈനർ എടുത്താൽ മതി. അത് വേണ്ട, മുടി ഹെയർ. ഇത് എൻ്റെ റൂമാണ്. ഇത് അത് വേണം ആയിരുന്നു. വേറെ ഐലൈനർ ഒക്കെ എടുത്തോ ഗൈസ്. അപ്പോൾ ഇവിടെ കോപ്പറാക്കടയിൽ കാണുന്നുണ്ട് ഗായ്സ്. ഇതൊക്കെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്താം ഗായ്സ്. അത് നമ്മൾ ഇടുമ്പോഴത്തേക്ക് നമുക്ക് പരിചയപ്പെടാനില്ല. അപ്പോൾ സ്കന്ദനപാണിയുടെ കാണുമ്പോൾ ക്യാമറയൊക്കെ ഇന്ന് മര്യാദയ്ക്ക് വെക്കുന്നത് ഇതാണ് സ്കന്ദനപാണി. ഞാൻ താഴെ ഐറ്റം പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് പൗഡറാണ്. ഇതൊക്കെ ഇവിടെ തന്നെയാണ്. ഫസ്റ്റ് ആ ക്രീം ഇടണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്രീം ഇടാം. ക്രീം ഇതാണ് നമ്മുടെ ഏതിന് ഒരു ക്രീം വൈകിട്ട് പോയത്. ഓക്കെ, നമുക്കിത് മാത്രമായിട്ട് കമത്താം ഗൈസ്. കുറച്ച് തിന്നോ കൈയില്ല. ഇത് മുന്നിൽ വെച്ചിട്ട് ഗൈസ്, ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. കൈ കുറച്ച് പറ്റി. ഇങ്ങനെ കയ്യിൽ പുരട്ടിയിട്ട് കൊളാക്കി. ഇല്ല ഗൈസ്, ഒന്ന് തുടങ്ങാൻ ചത്തുപോയി വെച്ച് നിങ്ങൾ ഇതിങ്ങനെ നോക്കുക. തിന്നൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. ഞാൻ മോഹമൊക്കെ നേരത്തെ കഴിവേ. ഓക്കെ, കുറച്ച് കണ്ണൊക്കെ തിന്നിട്ട് ഇനി നമ്മളിടാൻ പോകുന്നത് ഇവിടെ ഒരു ബേബി ആയത്. നമ്മളിവിടെ ബേബി പൗഡറാണ് ഇടുന്നത്. ബേബി പൗഡർ കാണുന്നുണ്ട്, എനിക്ക് കാണുന്നുണ്ട്. കാണണ്ട, നമ്മുടെ ബേബി പൗഡർ. എന്റെ ഫേവറേറ്റ് ഇവിടെ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നതാണ് ഫേവറിങ്. പിന്നെ എൻ്റെ ഒന്നും വേണം. എൻ്റെ കോപ്രായ മോഹൻ ഇത് വീടുന്നില്ല ഗൈസ്. ഇതൊന്നും ഇട്ട് എൻ്റെ കയ്യിൽ ഗൈസ്. അങ്ങനെ നമ്മളിത് ഹാൻഡിലെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിത് പോയിട്ട് കുട്ടിയൊക്കെ അയ്യോ എൻ്റെ ഞാൻ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിന് കുട്ടിയുടെ കണ്ണിൽ മോന്തയിലൊക്കെ വായിക്കാത്തല്ല നമുക്ക് തേച്ചൊക്കെ എന്ത് ചെയ്തിട്ട് ഞാൻ വെളുക്കുന്നില്ല ഗൈസ്, അതാണ് പറയുന്നത്. വെളുത്തിട്ട് പാറാനായിട്ട് നമുക്ക് അല്ലാത്ത വേറെ അല്ല, വെളുപ്പിച്ച് ഇതാണ് നമ്മുടെ സ്കർട്ട്. അയ്യോ അയ്യോ, കൈ കെട്ടി വെക്കട്ടെ. ചുണ്ടയിലൊക്കെ ആയിട്ട് തിന്നല്. ഇതേ നമ്മൾ പൗഡറൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ തരംതരിതാകിതമായ സാധനം, കണ്ണെഴുതുന്ന കൈലൈനർ. നമ്മൾ കൈലൈനർ ഇട്ടിട്ട് കണ്ണെഴുതി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുള്ള കൊന്ത് എടുക്കണം. ഇവിടെ ഒരു ഇടി കിട്ടിയതാണ്. ആരും നോക്കട്ടെ. അത് ചേച്ചിയുടെ ചേട്ടൻ കൊടുത്ത് കുസ്തി പിടിച്ചതാണ് ഗൈസ്. ഇനി മോള് പൊട്ടിത്തരാം. ഇങ്ങോട്ട് നോക്കടി കൊച്ചു കണ്ണിൻ്റെ മേളിൽ കൂടെ പൊളിപ്പൊളി നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനല്ലേ എഴുതുന്നത്. കുറച്ച് സോം ചെയ്യാം ഗൈസ്. ഇത് പറ്റത്തില്ല. അപ്പം നമ്മൾ ഒരു കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങോട്ട് കേൾക്ക്. ഇങ്ങോട്ട് നീങ്ങി കാണണ്ടേ ഇതൊക്കെ. ഇങ്ങോട്ട് കണ്ടേക്ക് ക്ലോസ് ചെയ്യാറില്ല. കുറത്താക്കാണ് ഓർമ്മ നോക്ക്. വെള്ളം ഒഴിച്ചല്ലേ നല്ലതായിട്ട്. വെള്ളം വെച്ച ടെക്നോളജിയൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്നെ അടുത്ത ലിപ്സ്റ്റിക് ഇട്ട് കൊല്ലും കഴിച്ച് കൊച്ച്. കണ്ണടക്കേണ്ട, നിന്റെ അടുത്ത് ഓർമ്മയില്ല. നമ്മളിവിടെ ഒത്തിരി വാരിപ്പത്ത് തേക്കുന്നുണ്ട്. ചേച്ചി നിൽക്കണം. നമ്മുടെ എൻ്റെ ഒരു ഏറ്റവും സ്പെഷ്യൽ വാലടികളാണ്. ഇതിൽ ഫുള്ള് വെള്ളമാണ്.
കുറച്ച് കൂടി വാ. ഈ വാൽ എങ്ങനെയുണ്ട്? വരച്ചായിട്ടൊന്നും പറയരുത്. കണ്ടല്ലോ. അവൾ ഇങ്ങോട്ട് നോക്കിയാണ്ടാണ് ഗൈസ്. ഞാൻ ഇത് ഫുള്ള് വെള്ളമാണ്, തുറച്ചാൽ പൊക്കോളൂ. ഗൈസ് ഇത് ഞാനാണ് എഴുതുന്നത്. അപ്പോൾ നല്ല വൃത്തിക്ക് തുടുത്ത് കണ്ടിട്ട് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കേട്ടെ. അപ്പോൾ ഇവിടെ ഹെയർ കിട്ടിട്ട് കോക്രോച്ച് കാണിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് അടുത്ത കണ്ണൂടെ എഴുതിയിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ തോട്ടങ്ങി ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് അത് മണ്ടയില്ല, വേണ്ട ലിപ്സ്റ്റിക് ഒന്നും വേണ്ട. എൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ണടയ്ക്കും. അല്ല കണ്ണടയ്ക്കണ്ട, കണ്ണു ഓ മൈ ഗോഡ്, എന്റെ ഹെയർ ഒക്കെ പൊന്തിരിക്കുന്നു. എന്തിട്ട് കണ്ണടയ്ക്കുന്നത്? കണ്ണടച്ച് നീ കണ്ണു പറ്റി ഇതൊന്നും കാണുന്നില്ല. ഇവിടെ ഐലൈനറിന് കുഴപ്പമാണ്. എന്തൊരു കാണിക്കുന്നു. തെറ്റിച്ചിട്ടില്ല, അതൊക്കെ മണിക്കും. ഗൈസ് എന്താന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ അതിൽ എൻ്റെ കണ്ണിൻ്റെ ഇത്രയായിട്ടുള്ള ഒരു ഫോട്ടോ അതെടുക്കാനാണ് ഇത്രയും കിടന്ന് വണ്ടി കാണിക്കുന്നു. അപ്പൊ ഗൈസ് അടുത്ത നമ്മള് ഒരു വലിയ സാധനമാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഗൈസ് ഈ ഒരു കുന്തണ്ട വെച്ചിട്ട് ഒരുത്തേ ഞാൻ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഇടാൻ നേരത്തെ അതിനൊരു 4K അടിച്ചു. അപ്പൊ അതിനൊരു 4K അടിച്ചു. അപ്പം അതിനാണെങ്കിൽ 4K അടിച്ചപ്പോഴേക്കും ഞങ്ങൾ അതിനൊരു 4Kയുടെ പ്ലേ ബട്ടൺ ഞങ്ങൾക്ക് കിട്ടി. അപ്പം അതിൻ്റെ സന്തോഷത്തിലൊക്കെ എന്തുവാ കിട്ടി. അപ്പം കിട്ടിയപ്പോഴേക്കും അതിനകത്ത് കിട്ടിയ ഞാനിപ്പോൾ എടുത്തോണ്ട് വരാവേ. എന്റെ ക്രാഫ്റ്റ് റൂമിലാത്, എന്റെ ക്രാഫ്റ്റ് റൂമിലാണത്. അവള് പറയുന്നത് വിശ്വസിക്കണ്ട. എനിക്ക് സത്യം പറയാൻ 4K അടിച്ച് എന്താ പ്ലേ ബട്ടൺ കിട്ടി. 4K അല്ല, 4K അടിച്ചു. 4K അടിച്ചു. 4K ആ വീഡിയോയ്ക്കും മറ്റേ എൻ്റെ വീഡിയോക്കേക്കും 4K അടിച്ചു. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഒരു പൈസയ്ക്ക് ആയിട്ട് സ്പ്രേ, ഈ സ്പ്രേ വാങ്ങിയപ്പോഴേ എനിക്കത് അടിക്കാൻ പറ്റില്ല. പ്ലേ ബട്ടൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് സ്കന്നയുടെ പ്ലേ ബട്ടൺ. എടി ഇതൊന്നും അല്ല ഗൈസ്, എൻ്റെ വേറെ പ്ലേ ബട്ടൺ. ഇപ്പൊ അവിടെ എഴുതിയെടുത്തോ. 4K അടിച്ചപ്പോ പ്ലേ ബട്ടൺ കിട്ടി. അപ്പൊ അതിനകത്ത് കുറച്ച് പൈസ എടുത്ത് നമ്മളെ ഒരു സ്പ്രേ കാണി. ഈ സ്പ്രേ എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവളാണെങ്കിൽ അടിച്ചടിച്ച് പറ്റുന്നില്ല. അപ്പൊ ഇവളാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഞെക്കിയാ വരുന്നത്. എന്റെ വായിക്കാതെ അണ്ണാക്കിലാണ്. ഓക്കെ, നമുക്ക് ഇവർക്ക് കുറച്ച് ഇവിടെ ഒന്നും അടിക്കില്ല. വായിക്കാൻ പഠിക്കുന്നത് ഇവിടെ ദേഹത്ത് പെരി എടുക്കണം. സ്പ്രേ കാണിച്ചില്ല. ഇതാണ് കേട്ടോ സ്പ്രേ. ഒരു പരസ്യത്തിലൊക്കെ കാണിക്കുന്ന സ്പ്രേ ഗൈസ്. പരസ്യത്തിലൊക്കെ കാണിക്കുന്നതാണ്. ഇനി നമ്മള് ഒരു സാധനം എഴുതാൻ പോകുന്നത്. പേരെന്താണ്?